Good morning. Welcome to our SS class. Children, last class we discussed lesson 19, the freedom struggle. Did you all read the lesson? We did not complete the chapter. Last class we discussed till Jallianwala Bagh massacre. Did you all write the notes? Now, today this class we are going to continue the chapter, lesson 19. And we are going to continue the topic. First topic we are going to learn is Khilafat movement. Khilafat movement. Children, there were two world wars. വേൾഡ് വാർ രണ്ടെണ്ണം നടന്നിട്ടുണ്ട്. ആൻഡ് ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ ഇറ്റ് വാസ് ബിറ്റ്വീൻ ഫ്യൂ യൂറോപ്യൻ കൺട്രീസ്. കുറച്ച് യൂറോപ്യൻ കൺട്രീസ് തമ്മിലായിരുന്നു ആ ഫസ്റ്റ് വേൾഡ് വാർ നടന്നത്. ആൻഡ് ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ 1914 ആൻഡ് എൻഡഡ് ഇൻ 1919. 1914 യുദ്ധം തുടങ്ങി 1919 യുദ്ധം അവസാനിച്ചത്. ആൻഡ് കൺട്രീസ് വിച്ച് വൺ ദ വാർ, ആ യുദ്ധം ജയിച്ച കൺട്രീസ് തോറ്റ കൺട്രീസിനെ ഫോഴ്സ് ചെയ്ത്, ദേ ഫോഴ്സ്ഡ് ആൻഡ് സെഡ് ദാറ്റ് ദേ ഷുഡ് സൈൻ ട്രീറ്റി, ഒരു കരാറ് തോറ്റ കൺട്രീസ് ഒപ്പുവെക്കണം, സൈൻ ചെയ്യണം. According to this treaty, the losing countries had to give away some of their territories to the British. ആ ട്രീറ്റിയിൽ എന്താ പറയുന്നത്? തോറ്റ കൺട്രീസ് അവർ ഭരിക്കുന്ന കൺട്രിയിലെ അതിൻ്റെ കുറച്ച് ഭാഗം ദേ ഷുഡ് ഗീവ് ടു ബ്രിട്ടീഷ്. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, തോറ്റ കൺട്രീസ് ദേ ഷുഡ് പേ മണി ടു ദ countries which won the war. In the First World War, the British and the Ottoman Empire fought each other. ഫസ്റ്റ് വേൾഡ് വാറിൽ ബ്രിട്ടീഷും ഒട്ടോമാൻ എംപയറും കൂടിയാണ് യുദ്ധം ചെയ്തത്. എന്നിട്ട് ദ ബ്രിട്ടീഷ് മെയ്ഡ് ദാറ്റ് കാലിഫ് ആരാണ്? ദ ഹെഡ് ഓഫ് ഒട്ടോമാൻ എംപയർ. ഒട്ടോമാൻ എംപയറിൻ്റെ ഹെഡായിരുന്നു കാലിഫ്. ഈ കാലിഫിനെ നിർബന്ധിച്ച് ഒരു ട്രീറ്റിയിൽ സൈൻ ചെയ്യിച്ച്. ആ ട്രീറ്റി എന്ന് വെച്ചാൽ ഒരു കരാറ്. ആ കരാറിൽ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മീൻസ് ആഫ്റ്റർ സൈനിങ് ദാറ്റ് ഓൾ ഹിസ് പവേഴ്സ് വിൽ ബി ടേക്കൺ അവേ. അതായത് കാലിഫിന് ഇനി ഒരു അധികാരമില്ല. അധികാരം മുഴുവൻ ആർക്ക് കിട്ടും? ബ്രിട്ടീഷുകാർക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ദ കാലിഫ് വാസ് ആക്ച്വലി ഹി വാസ് എ റെസ്പെക്റ്റഡ് പേഴ്സൺ ബൈ ഓൾ മുസ്ലിംസ് അക്രോസ് ദ വേൾഡ്. ഈ വേൾഡിലുള്ള എല്ലാ മുസ്ലിംസും റെസ്പെക്റ്റ് ചെയ്യണ ഒരു ഹെഡാണ് കാലിഫ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്ന് കാലിഫിന് ഒരു അധികാരവും ഇല്ല. അധികാരം ഫുൾ വെൻ ടു ബ്രിട്ടീഷ്, ഹാൻഡ്സ് ഓഫ് ബ്രിട്ടീഷ്. അപ്പോൾ ദ മുസ്ലിംസ് all over the world got angry, and they want to protest this one, the action of British, so they started Khilafat movement. അങ്ങനെയാണ് അവർ ഖിലാഫത്ത് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ട്? ഇൻ ഓർഡർ ടു പ്രൊട്ടസ്റ്റ് ദ ആക്ഷൻ ഓഫ് ദിസ് ബ്രിട്ടീഷ്. അതായത് കാലിഫിൻ്റെ റൈറ്റ്സ്, അധികാരം, പവർ ഫുൾ ബ്രിട്ടീഷ് എടുത്തതിന് എതിരായിട്ടാണ് they started this Khilafat movement. And according to Khilafat movement, that is, they demanded that the power of Caliph should be given back to him. അതായത് കാലിഫിൻ്റെ അധികാരം തിരിച്ച് കാലിഫിനെ തന്നെ ഏൽപ്പിക്കണം. That was the demand of Khilafat movement. Next, non-cooperation movement. Children, Gandhiji started this non-cooperation movement in 1921 against the British. ഗാന്ധിജിയാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇൻ വിച്ച് ഇയർ? ഇൻ 1921. ആൻഡ് ദിസ് മൂവ്മെൻറ്റ് വാസ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. And children, he asked the people that they should not cooperate with the British government. Okay, British ഗവൺമെൻറ്റുമായിട്ട് സഹകരിക്കരുത്. And people left their jobs, that is those who were having government jobs, they left their jobs and colleges and homes, and also after leaving they joined the freedom struggle.
ആൻഡ് ഓൾസോ ദേ റെഫ്യൂസ് ടു കോപ്പറേറ്റ് വിത്ത് ദ ബ്രിട്ടീഷ്. അപ്പോൾ ജനത എന്ത് ചെയ്തു? ജനത ഈ ജനങ്ങൾ ഗവൺമെൻറ് ജോബിലുള്ളവരൊക്കെ ജോബ്സൊക്കെ വിട്ടു, കോളേജുകളിൽ പോലൊക്കെ നിർത്തി, എല്ലാ ബ്രിട്ടീഷുകാരായിട്ടുള്ള എല്ലാ സഹകരണവും വേണ്ടാന്ന് വെച്ചിട്ട് ഫ്രീഡം സ്ട്രഗിളിൽ അവർ ജോയിൻ ചെയ്തു. അപ്പോൾ എന്തു പറ്റി? ഓൾ ദ ജയിൽസ് വെയർ ഫിൽഡ് വിത്ത് prisoners. All the jails were filled with prisoners. ജയിലുകളെല്ലാവരും പ്രിസണേഴ്സായിട്ട്, കുറ്റവാളികളായി നിറഞ്ഞു. ബിക്കോസ് ഇങ്ങനെയുള്ളവരെല്ലാവരും ബ്രിട്ടീഷുകാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. ആൻഡ് ഒരു ഒക്കേഷൻ, ഒരു അവസരം വന്നു. അതായത് നമ്മുടെ ദാറ്റ് ഈസ് ഇന്ത്യൻസ് ഒരു ഗ്രൂപ്പ്, ഒരു ജനക്കൂട്ടം ഒരു ഒക്കേഷൻ കിട്ടിയപ്പോൾ, ഒരു അവസരം കിട്ടിയപ്പോൾ അവർ ദേ ബേൺഡ് ദ പോലീസ് സ്റ്റേഷൻ അറ്റ് ചൗരി ചൗര എന്ന് പറയുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ അവർ തീയിട്ടു. ദാറ്റ് ഈസ് ഇന്ത്യൻസ്, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. Okay, then that incident, it hurt Gandhiji. That is because Gandhiji want to gain freedom in a peaceful manner. ഒരു നല്ല സമാധാനപരമായി നമുക്ക് ഫ്രീഡം കിട്ടാനായിരുന്നു ഗാന്ധിജിയുടെ ആഗ്രഹം, നോട്ട് ഇൻ എ വയലൻറ്റ് വേ. സോ വാട്ട് ഹാപ്പൻഡ്? ഹീ കോൾഡ് ഓഫ് ദിസ് മൂവ്മെൻറ്റ്. അതായത് ഈ മൂവ്മെൻറ്റ് വേണ്ടാന്ന് വെച്ചു. ഈ മൂവ്മെൻറ്റ്, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഗാന്ധിജി തന്നെ ക്യാൻസൽ ചെയ്തു. നെക്സ്റ്റ്, സൈമൺ കമ്മീഷൻ. Simon Commission, it was appointed by British government. Okay, that commission means it is a group of people appointed to study something. Okay, and they will give the suggestion. That is that. Right. ഇവിടെ സൈമൺ കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്തത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ്. ആൻഡ് ഇറ്റ് വാസ് ഹെഡഡ് ബൈ സർ ജോൺ സൈമൺ. അപ്പോൾ സൈമൺ കമ്മീഷൻ്റെ ഹൂ വാസ് ദ ഹെഡ് ഓഫ് സൈമൺ കമ്മീഷൻ? സർ ജോൺ സൈമൺ. ആൻഡ് ഇറ്റ് വാസ് അപ്പോയിൻറ്റഡ്, ദാറ്റ് കമ്മീഷൻ വാസ് അപ്പോയിൻറ്റഡ് ബൈ ബ്രിട്ടീഷ് ഗവൺമെൻറ്. എന്തിനു വേണ്ടിയായിരുന്നു? ടു സജസ്റ്റ് റിഫോംസ് ഇൻ ദ വർക്കിംഗ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ വർക്കിംഗ്, അവരുടെ നടത്തിപ്പ് ഒരു ചേഞ്ചസ്, ഒരു റിഫോംസ് വരുത്താൻ വേണ്ടിയിട്ട് അവർക്ക് സജഷൻ പറയാം, അവർക്ക് എന്തെങ്കിലും സജഷൻ പറഞ്ഞ് മാറ്റം വരുത്താം. അതിനു വേണ്ടിയാണ് സൈമൺ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്തത്. ബട്ട് വൺ പ്രോബ്ലം ഈസ് ദാറ്റ് ദർ വാസ് നോട്ട് എ സിംഗിൾ ഇന്ത്യൻ മെമ്പർ ഇൻ ദിസ് കമ്മീഷൻ. ഇത്രയും വലിയൊരു കമ്മീഷൻ അപ്പോയിൻ്റ് ചെയ്തിട്ട് ആ കമ്മീഷനിൽ ഒരു ഇന്ത്യൻ പോലും ഇല്ലായിരുന്നു. ആൻഡ് ദിസ് ആങ്കേർഡ് ദ ഇന്ത്യൻസ്. ഇന്ത്യക്കാർക്കൊക്കെ ദേഷ്യം വന്നു. ആൻഡ് ദേ ഗ്രീറ്റഡ് ദിസ് കമ്മീഷൻ വിത്ത് ബ്ലാക്ക് ഫ്ലാഗ്സ്, കറുത്ത കൊടി, ബ്ലാക്ക് ഫ്ലാഗ്സ് ഒക്കെ കാണിച്ചു, ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു. ആൻഡ് ദേ സെഡ് ദ സ്ലോഗൻ സൈമൺ ഗോ ബാക്ക്. സൈമൺ ഗോ ബാക്ക് എന്ന് പറഞ്ഞ സ്ലോഗനാണ് അവർ പാടിയത്. ആൻഡ് ലാലാ ലജ്പത് റായ്, he was also there in that പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് ലാലാ ലജ്പത് റായ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് വാട്ട് ഹാപ്പൻഡ് വാസ് ദാറ്റ് ഹി വാസ് ഇൻജുവേർഡ് ഇൻ ദറ്റ് പ്രൊട്ടസ്റ്റ്. ആ ഒരു പ്രൊട്ടസ്റ്റ് പാർട്ടിസിപ്പേഷൻ സമയത്ത് ബ്രിട്ടീഷ് ഓഫീസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇൻജുവേർഡായി. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഇൻജുറി ഹി ഡൈഡ്. നെക്സ്റ്റ്, ന്യൂ ലീഡേഴ്സ്. Children, during this freedom struggle period, there were many new leaders. So you have to learn some of the names of new leaders. Rajendra Prasad, Sardar Vallabhbhai Patel, Abdul Kalam Azad, Sarojini Naidu, Motilal Nehru, Govind Ballabh Pant, and Jawaharlal Nehru. So children, once again the names of new freedom leaders. Rajendra Prasad, Sardar Vallabhbhai Patel, Abdul Kalam Azad,
സരോജിനി നായിഡു, മോത്തിലാൽ നെഹ്റു, ഗോവിന്ദ് ബല്ലഭ് പന്ത് and Jawaharlal Nehru. Civil disobedience movement. In 1929, the Congress declared their demand. Do you know what was their demand? The demand was for complete independence or Purna Swaraj. At which place? At Lahore. Congress 1929 ലാഹോറിൽ വെച്ച് എന്താ ഡിമാൻഡ് ചെയ്തത് ബ്രിട്ടീഷിനോട്? വാട്ട് ദേ ഡിമാൻഡഡ്? ദേ ഡിമാൻഡഡ് ദാറ്റ് വി നീഡ് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്, നമുക്ക് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ പൂർണ്ണ സ്വരാജ്. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് ദ ബ്രിട്ടീഷ് ഇൻട്രൊഡ്യൂസ്ഡ് എ ടാക്സ് ഓൺ ദ സോൾട്ട് പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നമ്മൾ സോൾട്ട് ഉണ്ടാക്കൂലേ, ആ സോൾട്ട് ഉണ്ടാക്കുന്നതിന് ഒരു ടാക്സ് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണം. Gandhiji demanded that salt should be produced without paying any tax. അല്ലേ, സോൾട്ട് എന്ന് പറയുന്ന കാര്യം വളരെ സിമ്പിളാണ് ആൻഡ് ഇറ്റ് ഈസ് വെരി ചീപ്പ്. അതുകൊണ്ട് അത് ഇറ്റ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ്, സോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യണതിന് ടാക്സ് വാങ്ങിക്കരുത് എന്ന് ഗാന്ധിജി പറഞ്ഞു. And he started the civil disobedience movement in March 1930 with the Dandi March. 1930 ഗാന്ധിജി കണ്ടക്റ്റഡ് ദണ്ഡി മാർച്ച്. അതോടുകൂടെ ഹി സ്റ്റാർട്ടഡ് എ മൂവ്മെൻറ്റ് കോൾഡ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. അപ്പോൾ ദണ്ഡി മാർച്ച് എന്നായിരുന്നു? മാർച്ച് 30th. ദണ്ഡി മാർച്ച് എന്നായിരുന്നു? മാർച്ച് 1930th. And what is the name of the movement he started? Civil disobedience movement. Gandhiji, along with his followers, he led a procession from the Sabarmati ashram in Ahmedabad to Dandi to break the salt law. ഗാന്ധിജിയും ഗാന്ധിജിയുടെ ഫോളോവേഴ്സ്, ഗാന്ധിജിയുടെ അനുയായികൾ കൂടി what they did, they led a procession. procession എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു ജാഥ. Okay, and from which place? From Sabarmati ashram. Where is Sabarmati ashram? It is in Ahmedabad. Sabarmati ashram എവിടെയാണ്? Ahmedabad. From there to Dandi. Dandi എന്ന് പറയുന്ന സ്ഥലത്തേക്ക് they marched. And what he did there, upon reaching there, he picked up salt from the sea and broke the salt law. അവിടെ എത്തിയപ്പോൾ ഗാന്ധിജി അവിടെ നിന്ന് ഒരു പിടി സോൾട്ട്, ആ കടൽ തീരത്തുനിന്ന് ഒരു പിടി സോൾട്ട് എടുത്ത് സോൾട്ട് ലോ ബ്രേക്ക് ചെയ്ത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് അറ്റ് ദണ്ഡി മാർച്ച്. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. In 1942, the Congress, under the leadership of Gandhiji, they started a movement called Quit India Movement. 1942 Congress started the movement. What is it called? It is called Quit India Movement. And who was the leader? Gandhiji was the leader. And Gandhiji gave a famous slogan, that is do or die. What is the slogan Gandhiji gave? Do or die. ഒന്നില്ലെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. He asked the people to fight till the British left our country. നമ്മൾ ഒന്ന് ഫൈറ്റ് ചെയ്ത് നിർത്താൻ പാടില്ല. Till the British leave our country and go. Till that time we should continue our fight towards that is fight against the British. The British tried to crush the movement. So this movement was very active, it was very strong. അപ്പോൾ എന്ത് ചെയ്തു ബ്രിട്ടീഷ് പരമാവധി ഈ മൂവ്മെൻറ്റിനെ സപ്രസ് ചെയ്യാൻ നോക്കി, അതവിടെ അടിച്ചമർത്താൻ നോക്കി. ദേ അറസ്റ്റഡ് ഗാന്ധിജി ആൻഡ് അതർ ലീഡേഴ്സ് ഓൾസോ. ഇപ്പോൾ എന്ത് ചെയ്യണം? അടിച്ചമർത്തണമെങ്കിൽ ആദ്യം തന്നെ ലീഡേഴ്സിനെ പിടിച്ച് അറസ്റ്റ് ചെയ്യണം. സോ ദേ അറസ്റ്റഡ് ഗാന്ധിജി ആൻഡ് അതർ ലീഡേഴ്സ്. സുഭാഷ് ചന്ദ്ര ബോസ്. During the freedom struggle,
Subhash Chandra Bose became a powerful leader. ഈ ഫ്രീഡം സ്ട്രഗിൾ സമയത്ത് സുഭാഷ് ചന്ദ്രബോസ് നല്ല പവർഫുൾ ലീഡറായിട്ട് എമേർജ് ചെയ്ത്. ആൻഡ് ഹി ഫോംഡ് ആൻ ഇന്ത്യൻ നാഷണൽ ആർമി. സോ വാട്ട് ഹി ഫോംഡ്? ഇന്ത്യൻ നാഷണൽ ആർമി. ഇൻ വിച്ച് ഇയർ? In 1943. And this army, what is the intention? To fight against the British. Indian National Army formed. Children, who formed Indian National Army? Subhash Chandra Bose. In which year? In 1943. The Indian National Army, they also had a women regiment ഉണ്ടായിരുന്നു. And that women regiment was known as Rani Jhansi Regiment. So what was the name given for women's regiment? Rani Jhansi Regiment. And Subhash Chandra Bose, he gave a famous slogan, "Give me blood and I will give you freedom." What was the famous slogan of Subhash Chandra Bose? Give me blood and I will give you freedom. എനിക്ക് ബ്ലഡ് തരൂ, I will give you what? Freedom തരൂ. And also one more slogan, Jai Hind. So whose slogan is Jai Hind? Subhash Chandra Bose. India wins freedom. Children, we learned, there were 2 world wars. So after the Second World War, the British realized that they cannot suppress freedom movements. Okay, so, and the Second World War ended in 1945. 1945 Second World War end ചെയ്തു. ദാറ്റ് ടൈം ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇനി അവർക്ക് ഈ ഫ്രീഡം മൂവ്മെൻറ്റ്സ് ഒന്നും ഇങ്ങനെ സപ്രസ് ചെയ്യാൻ പറ്റില്ല. സപ്രസ് മീൻസ് വാട്ട്? അടിച്ചമർത്താൻ പറ്റില്ല. സോ അറ്റ് ലാസ്റ്റ് ദേ എഗ്രീഡ് to leave India and transfer the power of government to the Indians. അങ്ങനെ ലാസ്റ്റ് ദേ സമ്മതിച്ചു, ദേ എഗ്രീഡ്. എന്നിട്ട് ദേ ലെഫ്റ്റ് ഇന്ത്യ ആൻഡ് ദേ ട്രാൻസ്ഫർ, ദാറ്റ് ഈസ് ദ ഗവൺമെൻറ് വാസ് ട്രാൻസ്ഫേർഡ് ടു ദ ഇന്ത്യൻസ്. മറ്റേ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ഗവൺമെൻറ് അല്ലേ, അത് ഇന്ത്യക്കാർക്ക് തന്നെ കൊടുത്തു. ആൻഡ് വേറൊരു പ്രോബ്ലം കൂടി ദേ ഡിഡ്, that is that they led the division of our country into 2 parts. നമ്മുടെ ഇന്ത്യനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത്, ദാറ്റ് ഈസ് 1 portion ഇന്ത്യ ആൻഡ് അതർ പാകിസ്ഥാൻ. India became independent on 15th August 1947. When we got independence? 15th August 1947. And in independent India, who was our first Prime Minister? Jawaharlal Nehru. Who was our first Prime Minister? Jawaharlal Nehru. Then who was our first President? Dr. Rajendra Prasad. Who was our first President? Dr. Rajendra Prasad. So children, by this our chapter is over. Thank you.